കർത്താവിൻ്റെ അതിപരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആ വചനം ഇപ്രകാരമാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയ അസ്വസ്ഥതയിലാണ്. നമ്മൾ സ്വസ്ഥത അനുഭവിക്കാത്ത ജനമാണ്. സ്വസ്ഥതയുണ്ടെന്ന് നമ്മൾ പറയുന്നെങ്കിലും നമുക്ക് ഹൃദയം വളരെ അസ്വസ്ഥതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനമാണ്. പുറമേ സ്വസ്ഥതയാണെന്നൊക്കെ പറഞ്ഞാലും ആ സ്വസ്ഥത ദൈവത്തിൽ നിന്നുള്ളതല്ല. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ഹൃദയം എപ്പോഴും അസ്വസ്ഥത നിറഞ്ഞതായി മാറുന്നു. ഹല്ലേലൂയ. അങ്ങനെ അസ്വസ്ഥത നിറഞ്ഞ ലോകം, അസ്വസ്ഥത നിറഞ്ഞ ഹൃദയം, ഇതെല്ലാം നമ്മൾ യേശുവിന് വിട്ടുകൊടുക്കാനാണ് യേശു പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? നാളെ എന്ന് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? നമ്മൾ ഒരിക്കലും നമ്മുടെ ഹൃദയ അസ്വസ്ഥതയിലേക്ക് വിടണ്ട. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുവിൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്ന? അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഓടിയാൽ ക്ഷീണിക്കയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിലായിരിക്കാം നമുക്ക്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ കരത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. ഇന്ന് പ്രത്യേകമായി ബേബി ജോഹന്നാൻ എന്ന ആൻറ്റിയെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരും ബേബി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹോസ്പിറ്റലിലാണ്, വളരെ വിഷമത്തിൽ ആയിരിക്കുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്ത് വിടുവിപ്പിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഇന്നിപ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൽ ഒന്നായിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വഴികളെല്ലാം നേരെയാക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴി നമ്മളിൽ വന്നു ഭവിക്കും. ഹല്ലേലൂയ. കാരണം നമ്മുടെ കർത്താവ് വഴിയും സത്യവും ജീവനുമാണ്. ആ വഴിയും സത്യവും ജീവനുമായ സ്വർഗീയ പിതാവിനെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ വഴികളെല്ലാം അങ്ങ് തുറന്നു കൊടുക്കണമേ, വിശാലത കൊടുക്കണമേ, എല്ലാ വിപത്തുകളെ അകറ്റണമേ. കർത്താവെ, അങ്ങ് ഓരോ വ്യക്തി ജീവിതങ്ങളുടെ അതിരുകളെ വിസ്തൃതമാക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും, എന്നെയും എൻ്റെ കുടുംബത്തെയും, ഞങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കൃപയാൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി യേശുവിൻ്റെ അധികാരമുള്ള നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ, എല്ലാവരും കൃപയാൽ നിറയുവാൻ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.